അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ആഫിയത്ത് നമുക്കും നമ്മുടെ മുഹബ്ബീങ്ങൾക്കും, പ്രത്യേകിച്ച് അൻവാർ എഫ്എസിൻ്റെ കുടുംബം കമൻറ്റിൽ ഒരുപാട് വന്ന് സന്തോഷം പറയുന്ന, ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മഗ്‌രിബ് വാങ്കോടെ പിറ കണ്ടാൽ റജബിൻ്റെ ആദ്യത്തെ രാവിലേക്ക് നമുക്ക് ചേരാൻ പോവാണ്. ജീവിതത്തിലെ ഏറ്റവും അസുലഭമായൊരു ഒരു മൂമെൻ്റ്, ഒരു മുഹൂർത്തമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റ രാവ് മതിയാകും നമ്മുടെ ലൈഫ് മുഴുവൻ വിജയിക്കാൻ. അപ്പോൾ ഇന്നത്തെ രാവിൽ പിറ കണ്ടു എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം പറഞ്ഞിരുന്നു. അന്വേഷിച്ച് പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് ഉടൻ സഡൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു നിങ്ങളോട്. അൽഹംദുലില്ലാഹ്. ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മയിൽ പുതുക്കാൻ വേണ്ടി ഞാൻ ആ കാര്യങ്ങളൊന്ന് ഓടിച്ചു പറയാം. നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം, അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാൽ റുസ്തിം വഖൈർ അമൻതു ബില്ലാഹില്ലദീ ഖലഖക് അമൻതു ബില്ലാഹില്ലദീ ഖലഖക് അമൻതു ബില്ലാഹില്ലദീ ഖലഖക് അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി ജമാദിൽ ആഖിർ വജാഅ ബിശഹരി റജബ്. ഈ പരിശുദ്ധമായ ദിക്ർ കൊണ്ട് ഈ മാസത്തെ നമ്മൾ സ്വീകരിക്കുക. രണ്ടാമത് സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണം, അത് നമ്മൾ ചൊല്ലണം. അതിനുശേഷം ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഇസ്തിഗ്ഫാറാണ്. അതിൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ 70 വട്ടം ആദ്യ രാവിൽ തന്നെ ചൊല്ലണം. കഴിവിൻ്റെ പരമാവധി അതിനൊന്ന് പരിഗണിച്ചു കൊടുക്കണം. ഇനി അൽഹംദുലില്ലാഹ് നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം, പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന കാര്യത്തിൽ 12ൽ താഴെ പോകാൻ പാടില്ല. 100 ഏറ്റവും നല്ലത്. അത് പാരായണം ചെയ്യുന്ന പ്രത്യേകം നമ്മൾ ഓർക്കണം. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ റജബിൻ്റെ 1 മുതൽ 30 വരെ നോമ്പ് സുന്നത്താണ്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ റഹിമഹുല്ലാ തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, റജബ് ഫുൾ 30 ദിവസവും നോമ്പ് സുന്നത്തുണ്ട്, ഒരു മാസം മുഴുവനും. അതിലേറ്റവും പ്രഗത്ഭമായൊരു നോമ്പാണ് റജബിൻ്റെ ആദ്യത്തെ ദിവസത്തെ നോമ്പെന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. അതോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിന് ഗൗരവം കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദിക്ർ, ഒരു പ്രധാനപ്പെട്ട ഒരു പരിശുദ്ധ വചനമാണ്. ഈ രാവിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, അള്ളാഹു ആയുസ് തന്നിട്ടല്ലേ നമ്മൾ റജബിൻ്റെ രാവിലേക്ക് കടന്നു വന്നത്. റജബിൻ്റെ രാവിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, തൊട്ട് ചാരെ മിനിറ്റുകൾ, മണിക്കൂറുകൾക്ക് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് എത്ര ആളുകൾ വഫാത്തായി മരിച്ചുപോയത് അല്ലേ? നമുക്ക് അള്ളാഹു ആയുസ് തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ. നിലവിൽ ഇപ്പോഴുള്ള കണ്ടീഷൻ അൽഹംദുലില്ലാഹ്, ആ ഒരു കണ്ടീഷൻ എന്താണെങ്കിലും അള്ളാഹു തന്നല്ലോ. നാവ് കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറ്റുമല്ലോ നമുക്ക്. അതെത്ര സന്തോഷമാണ്. അപ്പോൾ ഈ പരിശുദ്ധമായ മാസത്തിലേക്ക് നമ്മൾ അള്ളാഹു കൊണ്ടുവന്നത് തന്നെ അള്ളാഹു നൽകിയ ഭയങ്കരമായ നിഅമത്താണ്. ആ നിഅമത്തിന് നന്ദി പറയാം. അതുകൊണ്ട് നമ്മൾ ഓർത്തു പറയണം, മനസ്സറിഞ്ഞ് പറയണം, അള്ളാഹുവേ ഈ മാസത്തിലേക്ക് എനിക്ക് ആയുസ്സാരോഗ്യം തന്നല്ലോ അല്ലാ, എനിക്ക് അവസരം തന്നല്ലോ അല്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഈ ഒരു വാക്ക് നമ്മുടെ കൽബിൽ, നമ്മുടെ മനസ്സ് നിറഞ്ഞ് നമ്മൾ ഒരു വട്ടം പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൻ്റെ എല്ലാ ബറക്കത്തും അവർ കൊണ്ടുപോയി. ഇക്കൊല്ലത്തെ റജബ് ആരാ കൊണ്ടുപോയതെന്ന് ചോദിച്ചാൽ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവരാണ്. കാരണം ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്തിനാ നന്ദി പറയുന്നത്, വീണ്ടും വീണ്ടും ഞാൻ അധികരിപ്പിച്ചു തരും. അപ്പോൾ റജബിലേക്ക് വന്നതിന് നന്ദി പറഞ്ഞോ. അതുകൊണ്ട് റജബിൽ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ അള്ളാഹു അവസരം നൽകും, അള്ളാഹു അധികരിപ്പിച്ച് കൂടുതൽ നൽകും എന്നാണ് പറയുന്നത്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പറഞ്ഞല്ലോ, ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വാക്ക് ഇസ്തിഗ്ഫാറിൻ്റെ വാക്കുകളാണ്, തൗബയുടെ വാക്കുകളാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബുൽ മുതത്വഹിരീൻ. ഖുർആനാ പറയുന്നത്, തീർച്ചയായും പടച്ചോന് ഇഷ്ടമാണ് തൗബ ചെയ്യുന്ന ആളുകൾ. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? 27-ാം രാവിൽ നമ്മൾ ഏടെടുത്തുകൊണ്ട് നോക്കി ചൊല്ലുന്ന അതല്ല ഈ തൗബ എന്ന് പറയുന്നത്. തൗബ എന്ന് പറയുന്നത് എന്താ? മനസ്സറിഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴെല്ലാം പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, ചെയ്തു പോയി അല്ലാ, ഇനി ചെയ്യൂല്ല അല്ലാ, എനിക്ക് നീ മാപ്പരണം അല്ലാ, ഇതന്നെയാണ്. ഇതാണ് തൗബ. ഈ തൗബ എപ്പോൾ നടന്നാലും, 27-ാം രാവിൽ നടന്നാലും, ബറാത്ത് രാവിൽ നടന്നാലും, ഈ പരിശുദ്ധമായ റജബിൻ്റെ ആദ്യ രാവിൽ നടന്നാലും, ഈ ഒരു ക്വാളിറ്റി ഉള്ള നമ്മുടെ വാക്ക്, നമ്മുടെ മനസ്സ് തുറക്കുക, ആ തൗബ. അത് ഇന്നത്തെ രാവ് മുതൽ അൽഹംദുലില്ലാഹ് ഉണ്ടെങ്കിൽ വലിയ ലാഭമാണ്. പ്രത്യേകിച്ച് മഹാന്മാർ ഒരു ദിക്ർ ഉദ്ധരിക്കുന്നുണ്ട്. ആ ദിക്റിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് മഹാന്മാർ പറയുന്നത്, അവൻ്റെ തിന്മയുടെ ഏടുകൾ കരിഞ്ഞു പോകും.
പാപങ്ങൾ കരിഞ്ഞു പോകുന്ന, കരിച്ചു കളയുന്ന തൗബ എന്ന പേരിൽ ഹദീസിൽ പ്രിയപ്പെട്ടവരെ ഒരു ഇസ്തിഗ്ഫാർ കാണാം. മർഫൂആയി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് വന്നിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇസ്തിഗ്ഫാർ നമ്മൾ പഠിക്കാൻ പോവാൻ, അത് മനസ്സറിഞ്ഞ് എല്ലാ റജബിൻ്റെ രാവുകളിലും അല്ലെങ്കിൽ എല്ലാ റജബിൻ്റെ ദിവസങ്ങളിലും പ്രിയപ്പെട്ടവരെ 7 വട്ടം അൽഹംദുലില്ലാഹ് പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, അത് റജബിൽ മാത്രമല്ല, റജബിലും ശഅബാനിലും റമദാനിലും ഈ 3 മാസം സജീവമായിട്ട് ഇവിടെ നിസ്കരിക്കാൻ പറ്റാത്തവരും ഖുർആൻ ഓതാൻ പറ്റാത്തവർക്കൊക്കെ പതിവാക്കാൻ പറ്റുന്ന ഒരു ഇസ്തിഗ്ഫാറാണ്. ഈ ഇസ്തിഗ്ഫാർ പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ വലിയ ബെനിഫിറ്റുള്ള ഇസ്തിഗ്ഫാറാണിത്. ഇതൊരു 7 വട്ടം മനസ്സറിഞ്ഞ് പറഞ്ഞാൽ തെറ്റുകൾ മാച്ചു കളയുന്നല്ല, ചുമ്മാ വെട്ടിക്കളയുന്നല്ല, പിന്നെയോ തെറ്റുകളുടെ ഏടുകൾ തന്നെ കരിച്ചു കളയാൻ അള്ളാഹു മലക്കുകളോട് ഓർഡർ ഇടും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് മഹത്തുക്കളായ ഉലമാക്കൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹദീസിൽ കാണാം. ഏതാണ് ഇസ്തിഗ്ഫാർ? നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ഇതാണ് ഇസ്തിഗ്ഫാർ. ഇത് 7 വട്ടം പറയണം. എന്താ ഇസ്തിഗ്ഫാറിൽ പറയുന്ന? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഉന്നതനായ അള്ളാഹുവിനോട് ഞാൻ ക്ഷമാപണം നടത്തുന്നു. ആരാ അള്ളാഹു? അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എന്തിനും കഴിവുള്ളവനാണ്, എല്ലാവർക്കും കഴിവുള്ളവനാണ്. വഅതൂബു ഇലൈഹി, അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു, പശ്ചാത്തപിച്ചു മടങ്ങുന്നു. എങ്ങനെയുള്ള പശ്ചാത്താപം? ആരുടെ പശ്ചാത്താപം? ആരുടെ തൗബ? തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്ത, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്യുമെന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്തു, ശരീരത്തെ നരകത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ്, ശരീരത്തെ അപകടത്തിൽപ്പെടുത്തുന്ന കാര്യമാണ്. അത് ചെയ്തു പോയ ഒരു അടിമയുടെ തൗബ, അതാണ് ഈ തൗബ ചെയ്യുന്നത്. ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. ഇവിടെ ജീവിതത്തിനോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനോ ഒരു റോളും ഇല്ല, അതിലൊന്നും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അതൊക്കെ അല്ലാഹുവേ നിൻ്റെ കഴിവാണ്. ജീവിതം, മരണം, ബഅത്ത്, അതൊക്കെ നിൻ്റെ കഴിവാണ്. സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിൽ ഒന്നും കഴിയില്ലാത്ത ഈ സാധുവായ മനുഷ്യൻ ശരീരത്തെ ആക്രമിച്ചു പോയി. അങ്ങനെയുള്ള അക്രമം ചെയ്ത ഒരാളുടെ തൗബയാണ് നീ സ്വീകരിക്കണേ അല്ലാ എന്നുള്ള തേട്ടമാണ്. ഈ ദുആ ഒരു 7 വട്ടം അൽഹംദുലില്ലാഹ് മുടങ്ങാതെ നമ്മൾ കൊണ്ടുപോകണം, പ്രത്യേകിച്ച് ഓതണം. ഈ പരിശുദ്ധമായ റജബ് 2025-26 വർഷത്തെ റജബ് മാസം ഈ ദിക്ർ ചൊല്ലുന്ന ദുആ ചെയ്യുന്നവർ കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റും. കാരണം അത്ര ബെനിഫിറ്റാണ്. ഓർക്കണം, പരമാവധി ഷെയർ ചെയ്യണം, എല്ലാവരെയും പരമാവധി നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.